ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ACIO ഗ്രേഡ് 2 എന്ന പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു 2000 വേക്കൻസിയൊക്കെ ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുള്ളത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് 19-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 24-ാം തീയതിയാണ്. ഓൾറെഡി 5 ദിവസമായിട്ടുണ്ട് നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ജനുവരി 9 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. മാക്സിമം എത്രയും പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അവസാന സമയങ്ങളിൽ സൈറ്റ് ഹാങ് ആകാനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതാണ്. അവസാനം നടന്ന CHSL എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഈ ഒരു പ്രശ്നം കണ്ടതാണ്. എത്രയും പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കാം. ജനുവരി 9 രാത്രി 11:59 വരെയാണ് അവർ സമയം പറഞ്ഞിരിക്കുന്നത്. ഫീ പേ ചെയ്യാനുള്ള സമയം 2 ദിവസം എക്സ്ട്രാ ഉണ്ട്, 12-ാം തീയതി വരെ ഉണ്ട്. അതുപോലെ ഫീയുടെ കാര്യം പറയുമ്പോൾ SC/ST-കാർക്കൊക്കെ ഫീസ് ഉണ്ട്. ഇത്തവണ അവരെ ഒഴിവാക്കിയിട്ടില്ല. SC/ST ഉള്ളവർക്കും 500 രൂപയും അതേഴ്സിന് 600 രൂപയാണ് ഫീസ്. അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അതുപോലെ ഡിസേബിൾഡ് ആൾക്കാർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നോട്ടിഫിക്കേഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവർ അപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് എൻ്റെ ബേസിക്കായുള്ള കാര്യങ്ങൾ. ഇതാണ്. നമുക്ക് കേരളത്തിൽ എക്സാം സെൻറ്ററുകളുണ്ട്, 7-8 ജില്ലകളിൽ എക്സാം സെൻറ്ററുകളുണ്ട്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തുടക്കം മുതൽ അവസാനം വരെ നമുക്കിവിടെ നോക്കാം. ഇത് വരുന്നത് MHA, അതായത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലാണ് ഈ സംഭവം ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൻ്റെ സൈറ്റിലാണ് MHA.gov.in എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈറ്റിലേക്ക് ചെല്ലാം. സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സൈറ്റിന് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന താഴെ നമുക്ക് ഫസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ കണ്ടില്ലേ, റിക്രൂട്ട്മെൻറ്റ് ദ പോസ്റ്റ് ഓഫ് ACIO 2 എക്സിക്യൂട്ടീവ് ഇൻ IB എന്നുള്ളത്. ഈ ഒരു PDF ആണ്. ആ PDFിനകത്തൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വെച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ സൈറ്റിലേക്ക് പോകേണ്ടത്. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്തേക്കാം. അത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അതാ നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇതാണ് നമ്മൾ ആ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഇൻ്റർഫേസ് ഇതാണ്. അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 19-ാം തീയതി ഡിസംബർ 19 ഓൺലൈൻ ആപ്ലിക്കേഷൻ തീരുന്നത് ജനുവരി 9 രാത്രിയാണ്. അതുപോലെ ഫീസ് അടയ്ക്കാനുള്ള സമയം 2 ദിവസം എക്സ്ട്രാ ഉണ്ട്. 12-ാം തീയതി 3 ദിവസം ഉണ്ട്, 12-ാം തീയതി വരുന്നു. താഴെ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, അപ്ലൈ ചെയ്യാനിരിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി ഒന്ന് എടുത്തു വെച്ചേക്കുക. അത് എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കാണിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി കരുതി വെക്കണം. ഫോട്ടോയുടെ കാര്യം ആയിക്കോട്ടെ, സർട്ടിഫിക്കറ്റ് നമ്പറുകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കാണിച്ചു. അത്രയും കാര്യങ്ങളൊന്ന് ഒരുക്കി വെച്ചിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഇടയ്ക്ക് ഓടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ പേജിലെത്തുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു നീല ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ PDF കിട്ടും. അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നതിൻ്റെ ബേസിക് സ്റ്റെപ്സുകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഏറ്റവും സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഒരു ഐ എഗ്രി എന്നുള്ളൊരു ടിക്ക് ബോക്സ് ഉണ്ട്. നമ്മൾ അത് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സൈൻ അപ്പ് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് വരും. ആ ഇൻ്റർഫേസിൽ നമുക്ക് ജസ്റ്റ് ഒരു ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ബ്രൗസറിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രൗസർ കമ്പാറ്റബിൾ അല്ല എങ്കിൽ ഇവിടെ എറർ കാണിച്ച് നിൽക്കും. ഇതിപ്പോൾ നമുക്ക് കമ്പാറ്റബിൾ ആണ്, കുഴപ്പമില്ല. ക്ലോസ് ചെയ്യുക. നേരെ പോകുമ്പോൾ നമുക്കൊരു ഇതാണ് നമ്മുടെ മെയിൻ ഇൻ്റർഫേസ്, ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ഇതാണ്. ഇതുവരെ പറഞ്ഞിട്ടുണ്ട്, വൺ സക്സസ്ഫുൾ രജിസ്ട്രേഷൻ യു വിൽ റിസീവ് ദ ലോഗിൻ ID ആൻഡ് പാസ്വേഡ് ഓൺ യുവർ രജിസ്റ്റേർഡ് ഇമെയിൽ ആൻഡ് ഫോൺ നമ്പർ ടു ലോഗിൻ ആൻഡ് സബ്മിറ്റ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫോൺ നമ്പറിലേക്കും മെയിൽ IDയിലേക്കും നമുക്ക് ഓരോ ഇൻഡിക്കേഷൻ നമ്മുടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ID പാസ്വേഡ് നമുക്ക് മെയിൽ അയച്ച് തരുവരും. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ് ഡെസ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ്റെ എന്തെങ്കിലും കാര്യത്തിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ helpdesk.bharati.nic.in എന്നുള്ള ഇമെയിലുകളിലേക്ക് മെയിൽ ചെയ്യുകയാണെങ്കിലോ ഈ പറഞ്ഞ നമ്പറിലേക്ക് കൊടുക്കുകയാണെങ്കിലോ നമുക്ക് അവിടെ നിന്ന് ഹെൽപ്പ് ഡെസ്ക് നമുക്ക് അവൈലബിൾ ആണ്. നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ നമുക്കിവിടെ പോസ്റ്റ് അപ്ലൈ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റ് ഇതാണ്. അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 ബാർ എക്സിക്യൂട്ടീവ് ആണ് നമ്മുടെ പോസ്റ്റ്. ഇതാണ്. നമ്മൾ തൊട്ട് താഴെ നമുക്ക് നെയിം ചോദിച്ചിട്ടുണ്ട്. നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ പേരുള്ളത് അതേപോലെ കൊടുക്കുക. കാരണം തെറ്റിക്കരുത്. എല്ലാ തവണയും ചോദിക്കുന്ന കാര്യമാണ്. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ ഉള്ളത് പേര്, SSC മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേരുള്ളത് അതേപോലെ ഇനീഷ്യലും പേരും തെറ്റിക്കാതെ അതുപോലെ ടൈപ്പ് ചെയ്യുക. ക്യാപിറ്റൽ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. തൊട്ട് താഴെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. മൊബൈൽ നമ്പറും ഇമെയിൽ ID നിങ്ങളുടെ കയ്യിൽ ആക്റ്റീവായിട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കണം. കാരണം അതിലേക്കാണ് നമ്മുടെ ID പാസ്വേഡ് വരുന്നത്. ID കാണിക്കും, പക്ഷേ പാസ്വേഡ് വരുന്ന മെയിലിലും ഫോൺ നമ്പറിലും ആയിരിക്കും. നമ്മുടെ കയ്യിൽ ഓൾറെഡി ആക്റ്റീവ് ആയിരിക്കുന്ന അക്കൗണ്ട് ആവണം. അതിനുശേഷം താഴെ ഒരു ക്യാപ്ചയുണ്ട്. ക്യാപ്ചയും സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുന്നത്. നമുക്ക് അതിനകത്ത് ഞാൻ ആ പേരും ഡീറ്റെയിൽസൊക്കെ ഒന്ന് കൊടുക്കട്ടെ. ഈ പറഞ്ഞ ഇത്രയും കാര്യം കൊടുത്തു കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ SSLC ബുക്ക് പ്രകാരമുള്ള SSLC സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോൺ നമ്പർ 2 തവണ കൊടുക്കുക, കൺഫേം ചെയ്യുക, നിങ്ങളുടെ മെയിൽ ID കൊടുക്കുക. താഴെ ആ ക്യാപ്ച കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നമുക്ക് സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്തവർ പറയും നമ്മൾക്ക് ഈ കൊടുത്ത ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, പേര്, ഇതൊന്നും നമുക്ക് ഇനി എഡിറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ പറ്റുന്നതല്ല, അതുകൊണ്ട് തന്നെ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്താമെന്ന് പറയുന്നുണ്ട്. കറക്റ്റ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് റിവ്യൂ ആണെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് റിവ്യൂ ചെയ്യാം. അതല്ല ശരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് കിട്ടും. തന്നിരിക്കുന്ന നമ്പർ, ഇതാണ് നമ്പർ. ഈ നമ്പർ ജസ്റ്റ് നമ്മളൊന്ന് കോപ്പി, ഇത് നമുക്കൊരു മെസ്സേജ് ആയിട്ട് നമ്മുടെ ഫോണിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഫോണിലും മെയിലിലും വന്നിട്ടുണ്ടാവും. ഈ ഒരു മെയിലും മെസ്സേജും വരും. ഈ ജസ്റ്റ് ഈ നമ്പറിൽ നിന്ന് കോപ്പി ചെയ്ത് വെക്കുക. ശേഷം ഇതൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇത് മേളിൽ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാൻ പറ്റും. അതൊന്ന് ഇത് മേളിൽ ലോഗ് ഔട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ലോഗ് ഔട്ട് ചെയ്തേക്കാം. സോ ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻ്റർഫേസ് നമ്മൾ എത്തും. അപ്പോൾ നിങ്ങൾക്ക് മെയിലിലും മെസ്സേജുമായിട്ട് നിങ്ങൾക്ക് 2 തവണ ഈ നമ്മൾ കൊടുത്തിരുന്ന ID, പാസ്വേഡ്, നമുക്കൊരു പാസ്വേഡ് ഒരു 6 ഡിജിറ്റ് 7 ഡിജിറ്റ് നമ്പർ നമുക്ക് കിട്ടും. അതോടൊപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ കോപ്പി ചെയ്ത് വെച്ച ID നമുക്കുണ്ട്. സോ ആ ID ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തേക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങളുടെ പാസ്വേഡ് എന്താണ് എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് മെയിലിൽ വന്നിട്ടുള്ള നിങ്ങളുടെ പാസ്വേഡ് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു 7 ഡിജിറ്റ് നമ്പറായിരിക്കും നമുക്ക് വന്നിട്ടുണ്ടാവുക. എൻ്റർ ചെയ്യുക. ദെൻ താഴെ ലോഗിൻ കൊടുക്കുക. ലോഗിൻ കോഡ് അകത്ത് വരുമ്പോൾ നമുക്ക് താഴെ നമ്മൾ കാണുന്നത് നമ്മുടെ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഈ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മേളിൽ ഗോ ടു ആപ്ലിക്കേഷൻ ഫോം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 3 ഡോട്ട് കാണാം, അവിടെ ക്ലിക്ക് എഡിറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് കാണുന്നത് ഗോ ടു ആപ്ലിക്കേഷൻ ഫോം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം കണ്ട പോലെ നമുക്ക് ജസ്റ്റ് ലോഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. ഓക്കെ, സോ ഇത് താഴെ വരുന്ന വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. ആവശ്യമില്ല, നമുക്ക് നമ്മുടെ ബ്രൗസർ കമ്പാറ്റബിൾ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ദെൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് താഴെ. ഓൾറെഡി നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. താഴെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കൊടുക്കേണ്ടത് നമ്മുടെ എക്സാം സീറ്റ്, 3 എക്സാം സീറ്റ് നമ്മൾ കൊടുക്കണം. കേരളത്തിൽ എക്സാം സെൻറ്റർ അവൈലബിൾ ആണ്. നമുക്ക് ഏതെങ്കിലും 3 സീറ്റ് കൊടുത്തേ പറ്റൂ. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് പോകാൻ കൺവീനിയൻ്റ് ആയ 3 എക്സാം സീറ്റ് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടുന്ന് എറണാകുളം, കൊല്ലം, കോട്ടയം, ഞാനിവിടെ 3 സെൻറ്ററുകൾ കൊടുത്തു. തൊട്ട് താഴെ നമുക്ക് കൊടുക്കാനുള്ളത് കാറ്റഗറി, നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് കൊടുക്കുക. സോ അത് കൊടുക്കുക. ഞാൻ OBC കൊടുക്കുന്നു ഇവിടെ. ദെൻ തൊട്ട് താഴെ നിങ്ങളുടെ ജെൻഡർ കൊടുക്കുക. ജെൻഡർ എന്നാൽ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് നിങ്ങളുടെ തെറ്റിക്കാൻ പാടില്ല. ഇനി ഒരു എഡിറ്റിംഗ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. സോ തെറ്റിക്കാതെ കൊടുക്കുക. ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിന് ശേഷം താഴേക്ക് വന്നത് നിങ്ങൾ എക്സ് സർവീസ്മെൻ ആണോ അല്ലയോ എന്നൊരു ചോദ്യം വരും താഴെ. സോ ആദ്യം ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കട്ടെ. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. സോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ നമുക്ക് REO എക്സ് സർവീസ്മെൻ എന്നൊരു ഓപ്ഷൻ വരും. എക്സ് സർവീസ്മെൻ ആണോ അല്ലയോ എന്ന് നിങ്ങൾ കൊടുക്കുക. അതുപോലെ ഞാനിവിടെ നോ കൊടുക്കുന്നു. നമുക്ക് താഴെയുള്ള 4 ഓപ്ഷനും നമുക്ക് ഏകദേശം നോ തന്നെയാണ്. ജസ്റ്റ് എക്സ് സർവീസ്മെൻ നോ കൊടുത്തു. തൊട്ട് താഴെ നമുക്കൊരു 3 വർഷം നമ്മൾ സർവീസിലുണ്ടോ എന്ന് ചോദിക്കുന്നു, അത് നോ കൊടുത്തു. തൊട്ട് താഴെ ജമ്മു കാശ്മീരിൻ്റെ ചോദിക്കുന്നുണ്ട്, അത് നോ ആണ്. ദെൻ ഗുജറാത്ത് റൈറ്റിലുണ്ടോ എന്ന് ചോദിക്കുന്നതില്ല. പിന്നെ നിങ്ങൾ സ്പോർട്സ് പേഴ്സൺ ആണോ അല്ലയോ, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ അത് കൊടുക്കുക. നിങ്ങൾ കായിക താരമാണെങ്കിൽ അത് കൊടുക്കുക. മേ ബി അങ്ങനെ ചോദിക്കുന്ന സ്ഥിതിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾക്ക് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. സോ ഞാനിവിടെ എൻ്റെ നോ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. നോ കൊടുക്കുന്നു. ദെൻ താഴെയുള്ള സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സോ ആ ഒരു സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അടുത്ത വരുന്ന ഒരു ഇൻ്റർഫേസ് ഇതാണ്. നമുക്ക് അടുത്ത പേജിലേക്ക് നമ്മൾ എത്തുന്നത് ഇവിടെയാണ്. ഇത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട സെക്ഷനാണ്. നമ്മൾ താഴേക്ക് വന്നാൽ നമ്മുടെ പേര് ഓൾറെഡി അവിടെ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി കൊടുത്ത പേര് അവിടെ ഉണ്ടാവും. പിന്നെ നമുക്ക് കൊടുക്കേണ്ട അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, നമ്മുടെ സ്റ്റാറ്റസ് എന്താണ് അത് കൊടുക്കുക. റിലീജിയൻ കൊടുക്കുക. ഒരു ID പ്രൂഫിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ആധാർ കാർഡ് കൊടുക്കാം, പാൻ കാർഡ് കൊടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം, വോട്ടേഴ്സ് കൊടുക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ പ്രത്യേകം എന്താ, ജസ്റ്റ് ഞാൻ ആധാർ കാർഡ് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ആധാർ കാർഡ് നമ്പർ എന്ന ഒരു ഓപ്ഷൻ ഓൾറെഡി ഇവിടെ ആക്റ്റീവ് വരും. ശേഷം നമ്മുടെ കേരള ഹോം സ്റ്റേറ്റ് കൊടുക്കുക. റിലീജിയൻ കൊടുക്കുമ്പോൾ ഇവിടെ ഞാൻ ഹിന്ദുവിസം കാണാം, ഞാൻ ഹിന്ദുവിസം എടുത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലീജിയൻ ഏതാണോ അത് കൊടുക്കുക. അച്ഛൻ്റെ പേര് കൊടുക്കുക, അമ്മയുടെ പേര് കൊടുക്കുക. സ്റ്റാറ്റസിൻ്റെ കൂട്ടത്തിൽ അൺമാരീഡ് സെലക്ട് ചെയ്യുകയാണ്. മാരീഡ് അൺമാരീഡ് ഉണ്ട് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ഛൻ്റെ പേരൊക്കെ കൊടുക്കുമ്പോൾ SSLC സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. സോ
പിന്നെ നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ് ലൈനാണ്. അഡ്രസ് ലൈനിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടു പേര് കൊടുക്കുക, വീടിൻ്റെ പേര് മാൻഡേറ്ററി ആണ് കൊടുക്കുക. ദെൻ നമ്മുടെ കൺട്രി ഇന്ത്യ ഓൾറെഡി അവിടെ ഉണ്ടാവും. ദെൻ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക കേരള, എൻ്റെ സിറ്റി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, ആലപ്പുഴ സെലക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പിൻകോഡ് കൊടുത്തു. പിൻകോഡ് കൊടുത്തതിന് ശേഷം നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും സെയിം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സെയിം ആണ് എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. യെസ് കൊടുത്താൽ മേളിൽ കൊടുത്തിരിക്കുന്ന അത്രയും ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി താഴേക്ക് വരും. അതെല്ലാം നോ കൊടുക്കുകയാണെങ്കിൽ താഴെ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് വേറെ സെലക്ട് ചെയ്യാം. സോ പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും 2 ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. 1 ആണെങ്കിൽ എസ് കൊടുത്താൽ നേരെ താഴേക്ക് വരും. അപ്പോൾ ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യട്ടെ, മറക്കരുത്. അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, നിങ്ങളുടെ സ്റ്റാറ്റസ്, ID കാർഡ് നമ്പർ, ദെൻ അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങളും കൊടുക്കുക. ഓക്കെ, സോ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും നിങ്ങൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നേരെ തൊട്ട് താഴെ കാണുന്ന സേവ് ആൻഡ് നെക്സ്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഡേറ്റ സേവ് ആയി കഴിഞ്ഞു. ഇനി അടുത്തുള്ളത് നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അതായത് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ്റെ 10 +2 ഡിഗ്രി 3 ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, നമ്മളിപ്പോൾ എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ആദ്യം കൊടുത്തു, ദെൻ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു. ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കൊടുക്കാനുള്ളത് 10 ഡീറ്റെയിൽസ് ആണ്. 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഏത് ബോർഡിലാണ് പഠിച്ചത് എന്ന് ചോദിക്കും. നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ബോർഡ് എന്ന് പറയുമ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കേരളയാണ് അല്ലേ. ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കേരളയാണ് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ബോർഡ് എന്ന് പറയുന്നത്. നിങ്ങൾ CBSE ആണെങ്കിൽ വേറെ വയ്ക്കുക, ഞാൻ കേരള സർക്കാരിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സോ അത് വയ്ക്കാൻ ശേഷം നിങ്ങൾ ഏത് വർഷമാണോ പാസ്സായത് അത് കൊടുക്കുക. അതായത് നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങൾ പഠിച്ച സ്കൂൾ ഏതാണോ അത് കൊടുക്കുക. ദെൻ സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി കൊടുക്കുക. 10ാം ക്ലാസ് വരെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലൈസേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ജനറൽ എന്ന് കൊടുത്താൽ മതിയാകും. കാരണം നമ്മൾ 10ാം ക്ലാസ് വരെ നമ്മൾ ഒരു സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിക്കുന്ന ആൾക്കാരല്ല. സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയതുകൊണ്ട് നമ്മൾ ജനറൽ എന്ന് കൊടുക്കുക അവിടെ. ദെൻ മാർക്സ് പെർസെൻറ്റേജ് താഴെ കൊടുക്കുക. ഇവിടെ അതിന് ശേഷം സർട്ടിഫിക്കറ്റ് നമ്പറാണ്. ഇതൊരു മെയിൻ കാര്യമാണ്. അതായത് നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ എക്സാം ആപ്ലിക്കേഷനിലും നമ്മുടെ അടുത്ത് രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പറാണ് ചോദിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ അടുത്ത് സർട്ടിഫിക്കറ്റ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റ് ഒരു സീരിയൽ നമ്പർ ഉണ്ട്, അതാണ് കൊടുക്കേണ്ടത്. മറക്കരുത്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ നമ്പർ റോൾ നമ്പർ ഒന്നുമല്ല, സർട്ടിഫിക്കറ്റ് നമ്പറാണ് ചോദിക്കുന്നത്. സർട്ടിഫിക്കറ്റ് ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും, അത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ദെൻ കോഴ്സ് ടൈപ്പ് എന്ന് പറയുമ്പോൾ റെഗുലർ ആണോ ഡിസ്റ്റൻ്റ് ആണോ എന്നുള്ളതാണ്. റെഗുലർ കൊടുക്കുക. അത് 10ാം ക്ലാസ് ഡീറ്റെയിൽസ് അത്രയും കൊടുക്കുക. അതേ സെയിം തന്നെ നമുക്ക് താഴെ +2 അല്ലെങ്കിൽ ഡിപ്ലോമ എന്ന കാര്യം, +2 ആണെങ്കിൽ +2 കൊടുക്കുക. അവിടെ സെലക്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. പ്ലീസ് സെലക്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ +2 ആണോ ഡിപ്ലോമ ആണെന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ +2 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏതാണ് ബോർഡ്, നിങ്ങൾ പഠിച്ച ബോർഡ് ഏതാണെന്നുള്ളത് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇപ്പോൾ CBSE ICS അത് കൊടുക്കുക. നേരെ മറിച്ച് നമ്മുടെ കേരള സർക്കാരിൻ്റെ ആണെങ്കിൽ എന്താ പറയുക, ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ, ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസ് കേരള, അതാണ് നമ്മുടെ +2ൻ്റെ ബോർഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. ദെൻ നമ്മുടെ പാസിംഗ് ഇയർ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്മൾ ഏത് സ്കൂളിലാണോ പഠിച്ചത് അത് കൊടുക്കുക. ദെൻ വീണ്ടും സബ്ജക്റ്റ് കോമ്പിനേഷൻ +2 നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലേ. സപ്പോസ് ഇപ്പോൾ നിങ്ങൾ ബയോളജി സയൻസ് പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്ന് കൊടുക്കാം. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അവിടെ ബയോളജി മാറ്റി കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കാം. കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള വിഷയങ്ങൾ അവിടെ ചേർക്കാം. അതാണ് സബ്ജക്റ്റ് കോമ്പിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10ാം ക്ലാസ്സിൽ നമുക്ക് എൻ്റെ അടുത്ത് പറയാനില്ല, എല്ലാവർക്കും ഒന്നായതുകൊണ്ടാണ് നമ്മൾ അവിടെ ജനറൽ എന്ന് കൊടുത്തത്. പക്ഷേ +2ലേക്കോ ഡിപ്ലോമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ മെക്കാനിക്കൽ, സിവിൽ അങ്ങനെ വരിക. നിങ്ങൾ +2 ആണെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഏതായിരുന്നോ, നിങ്ങൾക്ക് സയൻസ് ആണെങ്കിൽ സയൻസിൻ്റെ വിഷയങ്ങൾ 3 പ്ലസ് മാത്സ് കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് സബ്ജക്റ്റ് കോമ്പിനേഷൻ പറയുന്നത്, അതാണ്. ദെൻ നിങ്ങളുടെ മാർക്സിൻ്റെ പെർസെൻറ്റേജ്, സർട്ടിഫിക്കറ്റ് നമ്പർ, ഇവിടെ സർട്ടിഫിക്കറ്റ് നമ്പർ തന്നെയാണ് വേണ്ടത്. ശേഷം കോഴ്സ് ടൈപ്പ്, നേരത്തെ പറഞ്ഞാൽ റെഗുലർ ആണോ അത് ഡിസ്റ്റൻ്റ് ആണോ എന്ന് റെഗുലർ ഡിസ്റ്റൻ്റ് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇതാണ് +2 ഡീറ്റെയിൽസ്. ഇതേപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, അതായത് നമ്മുടെ ഈ എക്സാം, നമ്മുടെ ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആണ് അല്ലേ. 10ഉം +2 നമ്മൾ കൊടുത്തുവെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ +2 ആണ്. സോ ക്വാളിഫിക്കേഷൻ ടൈപ്പ് എടുക്കുമ്പോൾ നമുക്കിവിടെ ഗ്രാജുവേഷൻ ഓർ ഈക്വലൻ്റ് എന്ന് കാണാം. ഗ്രാജുവേഷൻ ഓർ ഈക്വലൻ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. ദെൻ സ്പെഷ്യലൈസേഷൻ, നിങ്ങൾ എന്താണ് പഠിച്ചത്, BTech ആണോ, BPharm ആണോ, BCom ആണോ, എന്താണ് പഠിച്ചത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ഇയർ ഓഫ് പാസിംഗ്, നിങ്ങൾ പഠിച്ച് പാസ്സായ വർഷം, ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം, നിങ്ങളുടെ കോളേജിൻ്റെ പേര്, അവിടെ പെർസെൻറ്റേജ് ഓഫ് മാർക്സ്, സർട്ടിഫിക്കറ്റ് നമ്പർ, ദെൻ കോഴ്സ് ടൈപ്പ് സെയിം തന്നെ റെഗുലർ ആണോ ഡിസ്റ്റൻ്റ് ആണോ കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ 3 ഡീറ്റെയിൽസ് കഴിയും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ 10ാം ക്ലാസ്സിലെ സബ്ജക്റ്റ് കോമ്പിനേഷൻ ചോദിക്കുമ്പോൾ അവിടെ കൊടുക്കേണ്ട ജനറലാണ്. +2 ആണെങ്കിൽ നിങ്ങൾ പഠിച്ച വിഷയത്തിനെക്കുറിച്ച്, ബയോളജി ആണെങ്കിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, നിങ്ങൾ പഠിച്ച എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. സോ അതിനുശേഷം നിങ്ങളുടെ ഗ്രാജുവേഷനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ചോദിക്കുമ്പോഴത്തേക്കും കൊടുക്കേണ്ടത് നമ്മൾ ഏതാണോ സ്പെഷ്യലൈസേഷൻ, നിങ്ങൾ BCom ആണ്, BTech ആണ്, BA ആണ്, BPharm ആണ്, എന്താണോ നിങ്ങളുടെ ഗ്രാജുവേഷൻ അത് കൊടുക്കുക.
ദെൻ എല്ലാം സെയിം തന്നെ, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. ഇയർ ഓഫ് പാസിങ്, ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം, പെർസെൻറ്റേജ് ഓഫ് മാർക്സ്, റെഗുലർ ആണോ ഡിസ്റ്റൻ്റ് ആണോ, ഇതെല്ലാം സെയിം തന്നെ. എല്ലാം 10, +2, ഡിഗ്രി മൂന്നിനും സെയിം തന്നെ കൊടുക്കുക. നേരെ താഴെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്, അതായത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ, ഗ്രാജുവേഷന് ശേഷം അല്ലെങ്കിൽ അവരെ അറിയിക്കേണ്ട എന്തെങ്കിലും എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ PG ചെയ്ത ആളാണ് അല്ല എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡു യു ഹാവ് നോളജ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ, എസെൻഷ്യൽ, മാൻഡേറ്ററി അല്ല, പക്ഷേ ഉണ്ടെങ്കിൽ നല്ലത്. സോ എസ് കൊടുക്കുന്നതായിരിക്കുന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഡിഗ്രി വരെ പഠിച്ച ആൾക്കാർക്ക് കമ്പ്യൂട്ടർ നോളജ് ഇല്ലാതിരിക്കില്ല. സോ അത് മാക്സിമം എസ് കൊടുക്കാൻ ശ്രമിക്കുക. ഒട്ടും അറിവില്ലാത്തവർ മാത്രം നോ കൊടുക്കുക, അതായിരിക്കും നല്ലത്. അത്രയും കൊടുക്കുക. സോ പറഞ്ഞ കാര്യം മറക്കണ്ട, 10, +2, ഡിഗ്രി, ഈ 3 കാര്യങ്ങളിലെ പെർസെൻറ്റേജ് ഓഫ് മാർക്സ്, പാസിംഗ് ഇയർ, എവിടെയാണ് പഠിച്ചത്, സർട്ടിഫിക്കറ്റ് നമ്പർ, അതുപോലെ സബ്ജക്റ്റ് കോമ്പിനേഷൻ, സ്പെഷ്യലൈസേഷൻ, ഇത്രയും കാര്യങ്ങൾ തെറ്റിക്കാതെ കൊടുക്കാൻ ശ്രമിക്കുക. ദെൻ താഴെ വന്ന അഡീഷണൽ ക്വാളിഫിക്കേഷൻ, അതിനുശേഷം കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം താഴെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യം ചെയ്തിട്ട് വരാം. സോ കൊടുത്തിരുന്ന ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ താഴെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ വീണ്ടും നമ്മുടെ ഡേറ്റ സേവ് ആയിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഫോട്ടോ സൈൻ അപ്ലോഡ് ചെയ്യാനുള്ള സെക്ഷനാണ് എടുത്തത്. ഫോട്ടോയുടെ സൈൻ്റെ സൈസ് നമ്മൾ ഓൾറെഡി മേളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 35 mm 45 mm അതാണ് സൈസ്. 35 mm by 45 mm വിഡ്ത്തും ഹൈറ്റുമുള്ള 12 ആഴ്ചയിൽ പഴക്കമില്ലാത്ത ഫോട്ടോ. 12 ആഴ്ചയിൽ പഴക്കമില്ലാത്തെന്ന് പറയുമ്പോഴത്തേക്ക് മാക്സിമം നിങ്ങൾ ഡേറ്റും പേരും ഇടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം അവരൊരു സമയമെടുത്ത് പറയും ഡേറ്റും പേരും വേണമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മുടെ അടുത്ത് ഒരു 12 ആഴ്ചയിൽ പഴക്കമില്ലാത്ത ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം പറ്റുകയാണെങ്കിൽ പേരും ഡേറ്റും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പേരും ഡേറ്റും ഇൻക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ സൈസ് മാറ്റുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അറിയാത്തവർ ചെക്ക് ചെയ്യാം. നമുക്കത് ഫോണിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്തേക്കാം. സോ പറഞ്ഞിട്ടുണ്ട് 50 നും 100 KB ഇടയ്ക്കുള്ള ഫോട്ടോയും സൈനുമാണ് നമുക്ക് വേണ്ടത്. സൈൻ ഇത്രയും കാര്യങ്ങൾ എടുക്കുക. നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയും സൈനും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് കൊടുക്കുക. ഞാൻ അവിടെ നിന്ന് എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്ത് ഞാൻ സക്സസ്ഫുള്ളി അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോ സെലക്ട് ചെയ്തു. ദെൻ ഞാനിവിടെ സൈൻ അപ്ലോഡ് ചെയ്യുന്നു. സൈൻ എടുക്കാൻ വേണ്ടി അതേപോലെ ഞാൻ വീണ്ടും സൈൻ ഞാൻ അവിടെ റീസൈസ് വെച്ചിട്ടുണ്ട്, കൊടുക്കുന്നു. രണ്ടും അപ്ലോഡ് സക്സസ്ഫുള്ളി ആണ്. രണ്ടും എനിക്ക് കുഴപ്പമില്ല. രണ്ടും കൊടുത്തു. സൈനും ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സൈസ് കറക്റ്റ് ആണെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുള്ള പ്രശ്നമില്ല. ഓക്കെ, താഴെ നമുക്കൊരു ക്യാപ്ച ഫില്ല് ചെയ്യാനുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്തേക്കാം. INX2QU കൊടുത്തതിന് ശേഷം താഴെ ഒരു പ്രിവ്യൂ ഐ അഗ്രി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് ചെയ്തേക്കുക. ദെൻ താഴെ കാണുന്ന ഒന്നെങ്കിൽ പ്രിവ്യൂ നോക്കാം. നിങ്ങൾക്ക് തെറ്റുണ്ടോ എന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് നോക്കുന്ന പ്രിവ്യൂ നോക്കാം. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഫുള്ളോടെ കാണിക്കും. നിങ്ങൾ പ്രിവ്യൂ ജസ്റ്റ് നോക്കുക. എല്ലാ കാര്യങ്ങളും സെയിം ആണോ, എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും വ്യത്യാസമാണോ എന്നൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാറ്റാൻ ബുദ്ധിമുട്ടാണ്. സോ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നോക്കി വയ്ക്കുക. എല്ലാം അറിഞ്ഞിരിക്കുക. എന്തൊക്കെയാണ് തെറ്റുണ്ടോ എല്ലാം നോക്കി വയ്ക്കുക. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഡിക്ലറേഷൻ ഫോം വരും. അപ്പോൾ നമുക്ക് പ്രിവ്യൂ നമുക്ക് മേളിൽ തന്നെ ഒന്ന് ക്ലോസ് ചെയ്യാനേ ഉള്ളൂ. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ കണ്ട സബ്മിറ്റ്, പ്രിവ്യൂവിനടുത്ത് കണ്ട സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ അടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചോദിക്കും ഡു യു വാണ്ട് ടു സബ്മിറ്റ് എന്ന് ചോദിക്കും. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോകും. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിരുന്നല്ലോ, നോർമലായിട്ടുള്ളവർക്ക് 600 രൂപയും SC/ST ആൾക്കാർക്ക് 500 രൂപ, 100 രൂപ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ഓൺലൈനായിട്ടാണ് ഫീ പേയ്മെൻറ്റ് വരുന്നത്. നെറ്റ് ബാങ്കിങ് ഉണ്ട്, ബാങ്കിൽ പോയി അടയ്ക്കാം. നേരെ താഴേക്ക് വന്നാൽ നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI പേയ്മെൻറ്റ് എല്ലാം തന്നെ അടയ്ക്കാം. ബാങ്കിൽ പോയി അടയ്ക്കാൻ പറ്റും. ഓഫ്ലൈനായിട്ട് നമുക്ക് ബാങ്കിൽ പോയി അടയ്ക്കാൻ പറ്റും. ബാങ്കിൽ ചെല്ലാം കൊണ്ട് അടയ്ക്കാൻ പറ്റും. ഏറ്റവും താഴത്തെ ഓപ്ഷൻ കാണാം. നമ്മളിവിടെ നോർമൽ ചെയ്യുന്ന SBI ഡെബിറ്റ് കാർഡ് കൊടുത്ത് ചെയ്യുന്നത്. സോ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന തൽക്കാലം ഞാൻ കാണിക്കുന്നില്ല. കാരണം ഞാനിപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല. ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ 600 രൂപയാണെന്ന് അറിയാം. നോർമലി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് അത് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇത്രയാണ് നമ്മുടെ IBയുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. എന്തെങ്കിലും കാര്യത്തിൽ വ്യക്തത വരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് പിന്നെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. സർട്ടിഫിക്കറ്റ് നമ്പർ, അതുപോലെ സബ്ജക്റ്റ് കോമ്പിനേഷൻ, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും, എൻ്റെ അറിവിൽ ഞാൻ ആദ്യമായിട്ടൊരു ആപ്ലിക്കേഷൻ അതൊക്കെ കാണുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തത വരാനുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്കറിയുന്ന രീതിയിൽ പറഞ്ഞുതരാൻ ശ്രമിക്കാം ഞാൻ. സോ അത്രയേ ഉള്ളൂ. ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ഒന്നുകൂടെ ഏതെങ്കിലും കാര്യത്തിൽ ക്ലിയർ ആവാനുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കുക. അതുപോലെ ഫോട്ടോയും സൈനും എങ്ങനെയാണ് റീസൈസ് ചെയ്യുന്നതെന്ന്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് പേര് ആഡ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അത് നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഫോണിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നോർമലി എൻ്റെ ഫോണിൽ ഞാൻ ചെയ്യാൻ നോക്കിയിരുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് എന്തോ ഒരു ഹാങ്ങോ, സൈറ്റിൻ്റെ കുഴപ്പമാണോ ഫോണിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്തത്.
നമുക്ക് ഫോട്ടോയും സാധനം റീസൈസ് ചെയ്യാനും പേര് ആഡ് ചെയ്യാനൊക്കെ ഫോണിൽ തന്നെ പറ്റും. അതിന് ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. സോ അത്തരം കാര്യങ്ങളേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.